സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് 11 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. മഴ കനത്ത സാഹചര്യത്തിൽ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തെ മലയോര തീരദേശ മേഖലകളിൽ മഴ ശക്തമാണ്. വൃഷ്ടിപ്രദേശത്ത് മഴ കനത്തതിനെ തുടർന്ന് നെയ്യാറിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുത ബന്ധം തകരാറിലായി. പൊഴിയൂർ, പൂവാർ, തെക്കേ കൊല്ലങ്കോട്, പുല്ലുവിള തുടങ്ങിയ പ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാണ്. തിരുവനന്തപുരത്തെ സ്ഥിതിഗതികൾ തന്നെ കൂടുതൽ വിശദമായി നോക്കാം. ഡാൻ കുര്യനുണ്ട്. ഡാൻ, ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട് ജില്ലയിൽ. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ മുഴുവൻ എല്ലാ മേഖലകൾ കൂടി നോക്കുമ്പോൾ ഒരു കാലാവസ്ഥയുടെ സാഹചര്യം? ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. അതുകൊണ്ട് തന്നെ മഴ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. രാവിലെ മുതൽ നേരിയ ശമനമുണ്ട്, ഇടയ്ക്കൊന്ന് ചാറിയതേ ഞാനിപ്പോൾ ഉള്ളത് ശംഖുമുഖം ബീച്ചിന് സമീപത്താണ്. ശംഖുമുഖത്ത് വലിയ തരത്തിൽ തിരമാലകൾ അടിച്ചു കയറുകയാണ്. ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇവിടുന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഈ തിരകളടിച്ച് ഇതിന് സമീപത്തുള്ള ചെറിയ കെട്ടിടങ്ങളുടെ ഭാഗങ്ങളൊക്കെ തകർന്നു വീണ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിൽ പോകരുത്, 29-ാം തീയതി വരെ എന്ന കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. മണിക്കൂറിൽ 25 മുതൽ 35 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നും ചില ഘട്ടങ്ങളിൽ അത് 55 കിലോമീറ്റർ വേഗതയിൽ വരെ ആഞ്ഞടിക്കുമെന്നുമുള്ള ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾക്കടക്കം കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിലും യാത്രകൾ പരമാവധി ഒഴിവാക്കണം. അതായത് പൂർണ്ണമായി നിരോധിച്ച ഒരു മട്ടാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മലയോര മേഖലകളെ അടക്കം പൂർണ്ണമായി ജാഗ്രത പാലിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഏത് അടിയന്തര സാഹചര്യം വന്നാലും അത് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കളക്ടറേറ്റിലടക്കം സജ്ജമാണ്. ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുടെ യോഗമൊക്കെ കഴിഞ്ഞ ദിവസം അടിയന്തരമായി തന്നെ ചേർന്നിരുന്നു. നഗരസഭയുടെ നേതൃത്വത്തിലും സമാനമായ തരത്തിൽ ഏതെങ്കിലും വിധേന ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന്, ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പമാണ് കടലാക്രമണ സാധ്യതയും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയും ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന കർശനമായ നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടത്തിന്റെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് തലസ്ഥാന ജില്ലയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സാഹചര്യമാണ് ഡാൻ കുര്യൻ പങ്കുവച്ചത്. ഇനി എറണാകുളത്തേക്ക് പോയാൽ, എറണാകുളം വള്ളിക്കട മൂവാറ്റുപുഴയാറിൽ ഒഴുക്കിൽപ്പെട്ട ഒരാളെ കാണാതായി. ഇന്നലെ രാത്രിയാണ് അപകടം. വള്ളിക്കട സ്വദേശി ജോബിനെയാണ് കാണാതായത്. ഇയാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ഡാനി ഇപ്പോൾ ഉണ്ട് വിവരങ്ങളുമായി. ഡാനി, എങ്ങനെയാണ് എറണാകുളത്തിന്റെ മുഴുവനുള്ള ഒരു സാഹചര്യം നോക്കിയാൽ കാലാവസ്ഥയുടെ ഇപ്പോഴത്തെ അവസ്ഥ? മാത്രമല്ല, ഈ കാണാതായ ആൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണല്ലേ? ഡാനി പോളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡാനിയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും എറണാകുളം ജില്ലയിലും റെഡ് അലർട്ട് മുന്നറിയിപ്പാണ് ഉള്ളത്. അവിടെ മഴ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമാണ്. മഴക്കെടുതികൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഡാനി പോൾ ചേരുന്നു ഒരിക്കൽ കൂടി. ഡാനി, തുടരാം. ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. എല്ലായിടത്തും തന്നെ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരിയാറിനോട് തീരത്ത്, മറ്റ് നദികളോട് തീരത്ത് താമസിക്കുന്നവർ, അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്നവർ, ഇവിടങ്ങളിലെല്ലാം തന്നെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പെരിയാറിൻ്റെ തീരത്തുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഭൂതത്താൻ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളം
ഇതിലേക്ക് പെരിയാറിലേക്ക് വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഒപ്പം ശക്തമായ മഴയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇരു കരകളിലുമുള്ളവർ തന്നെ ജാഗ്രതയോടുകൂടി പോകണം എന്ന രീതിയിൽ ആണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെള്ളം ഉയരാനുള്ള സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ വേണ്ടി വന്നാൽ തുറക്കാനുള്ള അടിയന്തര നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ വിവിധ താലൂക്കുകളെ എറണാകുളം ജില്ലയിലെ വിവിധ താലൂക്കുകളെ ഏതാണ്ട് 30ഓളം വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മരങ്ങൾ വീണാണ് പലയിടത്തും വീടുകൾ തകർന്നിട്ടുള്ളത്. ഭാഗികമായ കേടുപാടുകളാണ് സംഭവിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി മഴ പെയ്യുകയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകൾ എന്ന് പറയുമ്പോൾ കോതമംഗലവും മൂവാറ്റുപുഴയും പിറവും ഉൾപ്പെടുന്ന ഈ മേഖലകളിലെല്ലാം തന്നെയും ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. അവിടങ്ങളിൽ കരുതലോടുകൂടിയായിരിക്കണം. പ്രത്യേകിച്ച് ഈ കുന്നിൻ ചെരുവുകളും എല്ലാം തന്നെ വീടുകൾ താമസിക്കുന്നവർ ഇവിടങ്ങളിലെല്ലാം തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ അത് നേരത്തെ തന്നെ അടയാളപ്പെടുത്തിയതാണ്. അവിടങ്ങളിലെല്ലാം തന്നെ ഒരു ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. നഗരത്തിൽ ഇതുവരെയും കാര്യമായ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടോ കാര്യങ്ങളൊന്നും തന്നെ രൂപപ്പെട്ടിട്ടില്ല. ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു വെള്ളക്കെട്ട് ഉണ്ടാകുക, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ളൊരു ഗതാഗത കുരുക്കിലേക്ക് പോകുക, ഇതെല്ലാമാണ് സാധാരണഗതിയിൽ കൊച്ചി നഗരത്തിലെ പലപ്പോഴായി കാണുന്നത്. പക്ഷേ അത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് നഗരത്തിലേക്ക് വന്നിട്ടില്ല. പലപ്പോഴും ഇടവിട്ടുള്ള ഒരു മഴ ആയതുകൊണ്ട് അങ്ങനെയൊരു സഹായം വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടുണ്ടാവുന്നില്ല. പശ്ചിമ കൊച്ചി ഉൾപ്പെടെയുള്ള എറണാകുളം ജില്ലയുടെ തീരമേഖലകളിലേക്ക് വരികയാണെങ്കിൽ ശക്തമായ കടലാക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. അതും ഇപ്പോഴും തന്നെ തുടരുന്നു എന്നതാണ്. വെള്ളക്കെട്ട് കണ്ട ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. കളമശ്ശേരിയിൽ കാർ അപകടം ഉണ്ടായിട്ടുണ്ട്. കാർ തലകീഴായി മറിയുകയായിരുന്നു. ബ്രേക്ക് സംവിധാനം പ്രവർത്തിക്കാത്തതുകൊണ്ട് ഈ രീതിയിലുള്ളതാണ് ജില്ലയെ കടന്നു പോകുന്നത്. ആര്യ, ശരി. ഡാനി പോളാണ് എറണാകുളത്തെ സ്ഥിതിഗതികൾ പങ്കുവച്ചത്. പത്തനംതിട്ടയിലേക്ക് പോകാം. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, എന്താണ് പത്തനംതിട്ടയിലെ നിലവിലത്തെ സാഹചര്യം? പത്തനംതിട്ട ജില്ലയിലും മഴ ഇപ്പോൾ ശക്തമായി തുടരുന്നുണ്ട്. പല മേഖലകളിലും മഴ ലഭിക്കുന്നു എന്നുള്ളതാണ് വിവരം നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നദികളുടെ ജലനിരപ്പം നേരിയ തോതിൽ പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളുടെ ജലനിരപ്പം നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവിലില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളായി തുടർച്ചയായി പെയ്യുന്ന മഴയുടെ സാഹചര്യത്തിൽ ഇന്ന് റെഡ് അലർട്ട് കൂടിയാണ് ജില്ലയിൽ ഉള്ളത്. എന്തായാലും മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്കൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോറികളുടെ പ്രവർത്തനം അടക്കം നിർത്തിവെച്ചുകൊണ്ട് മണ്ണിടിച്ചിലുള്ള മേഖലകളാണ് പൂർണ്ണമായും ഈ പ്രദേശങ്ങളുള്ള മലയോര മേഖലയാണ്. ഈ സീതത്തോട്, ആങ്ങമ്പൊഴി, ചിറ്റാർ തുടങ്ങിയ മേഖലകൾ, അതുപോലെ കൊക്കാത്തോട്, തണ്ടിത്തോട് മേഖലകളെല്ലാം മലയോര മേഖലയാണ്. അവിടെ സാധാരണഗതിയിൽ തുടർച്ചയായി തീവ്ര മഴ പെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ മണ്ണിടിച്ചിലിനോ ഉരുൾപൊട്ടലിനോ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ജില്ലാ ഭരണകൂടം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഒരു ജാഗ്രത നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ആശങ്കപ്പെട്ട സാഹചര്യം ജില്ലയിൽ ഇതുവരെ ഇല്ല. ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. ഓക്കെ, ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പത്തനംതിട്ടയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും തന്നെയുമില്ല. കാസർഗോഡേക്ക് പോകാം. KV ബൈജു ഉണ്ട്. കാസർഗോഡ് ബൈജു, മഴ അതിശക്തമാണ്. അവിടെ റെഡ് അലേർട്ടാണ്. കാറ്റിൽ വ്യാപക നാശനഷ്ടം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടല്ലേ? തീർച്ചയായും കഴിഞ്ഞ 3 ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ മിക്കയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പുഴയോരങ്ങളിൽ ഉള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും ശക്തമായ കാറ്റാണ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അനുഭവപ്പെട്ടത്. ഇടവിട്ട് പെയ്യുന്ന മഴ അതിനോടൊപ്പം ശക്തമായ കാറ്റും വീശിയടിക്കുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും ഒരുപോലെ ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിൽ ആരും മാറിയിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആരും തന്നെ മാറിയിട്ടില്ല. മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ രാത്രികാല യാത്ര നിയന്ത്രണമുണ്ട്. അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തുടർച്ചയായി പെയ്ത മഴയിൽ ഈ വിനോദസഞ്ചാര മേഖല അത്രത്തോളം വലിയ തോതിലുള്ള അപകട സാധ്യത ഈ തീരപ്രദേശങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ടാണ് പള്ളിക്കര ബീച്ച്, ഒപ്പം കാഞ്ഞങ്ങാട് കൈറ്റ് പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നിയന്ത്രണമുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും ശക്തമായ മഴയുണ്ടാവും. കർണാടകയുടെ ദക്ഷിണ കന്നഡ ഭാഗങ്ങളിലും ശക്തമായ മഴയാണ് ഇന്ന് രാവിലെ മുതൽ പെയ്തു പോകുന്നത്. ഏതായാലും ഈ ദേശീയപാത വഴിയുള്ള യാത്രയാണ് അതീവ പ്രശ്നങ്ങളുള്ളത്. ഇവിടെ വീരമലക്കുന്ന് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാലത്ത് ഈ പ്രദേശത്ത് ലൈറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം 52 ഇടങ്ങളിലാണ് അപകട സാധ്യതയുള്ളത് ദേശീയപാതയിൽ. അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രതയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടവും ഉള്ളത്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർകോട്ടെ സാഹചര്യം അതാണ്.
ഇടുക്കി ലോവർ പെരിയാർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നു. കല്ലാർകുട്ടി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നതോടെ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ലോവർ പെരിയാറിലും ഷട്ടർ തുറന്നത്. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തുൾപ്പെടെ മലയോര മേഖലയിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോടേക്ക് പോയാൽ കോഴിക്കോട് മുക്കത്ത് മഴയിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാമ്പറ്റ പ്രതീക്ഷ സ്കൂളിന് സമീപമുള്ള റോഡരികിലെ വൻ മരം കടപുഴകി. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി ലൈനുകൾ തകർന്നു. കോട്ടയത്തേക്ക് പോകാം. ജി ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, എന്താണ് കോട്ടയത്തെ നിലവിലത്തെ സാഹചര്യം? കനത്ത മഴ തന്നെ കോട്ടയത്തുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പ്രത്യേകിച്ച് എല്ലായിടങ്ങളിലും, അതായത് രാവിലെയൊക്കെ മലയോര മേഖലയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് നഗരപ്രദേശങ്ങളിൽ, ഈ പടിഞ്ഞാറൻ മേഖലയിൽ കോട്ടയം അടക്കമുള്ള മേഖലകളിലും അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഈ തീക്കോയി മേഖലകളിൽ, ഈരാറ്റുപേട്ടയുടെ കിഴക്കൻ പ്രദേശമായ തീക്കോയി, വാഗമണിന്റെ താഴ്വാരം, ആ പ്രദേശത്തൊക്കെയും അതിശക്തമായ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ മീനച്ചിലാറ്റിൽ അതിശക്ത രീതിയിൽ വളരെ വേഗത്തിൽ തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ താഴ്ന്ന പ്രദേശങ്ങൾ വൈകാതെ കരകയറാനുള്ള ഒരു സാധ്യത തന്നെയാണ്. ചിലയിടങ്ങളിലെങ്കിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഈ വനത്തിനുള്ളിൽ അത്തരം മേഖലകളിൽ ചിലയിടങ്ങളിൽ ഉരുൾപൊട്ടൽ സാഹചര്യം ഉള്ളതുപോലെ, അതായത് ഈ ജനവാസ മേഖലയല്ല, അതല്ലാതുള്ള മേഖലകളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്ന സംശയം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ വെള്ളം കയറുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ജില്ലാ ഭരണകൂടം അത്തരം ഉരുൾപൊട്ടലൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ശക്തമായ മഴ തുടരുന്നത് വലിയൊരു ആശങ്ക തന്നെയാണ്. പ്രത്യേകിച്ച് മലയോര മേഖല നിരവധി ഉള്ളതാണ്. മീനച്ചിലാറും മണിമലയാറും ഏത് നിമിഷവും കര കവിഞ്ഞ് ഒഴിയാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ മഴയ്ക്ക് പുറമെ അതിശക്തമായ കാറ്റുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ പലയിടത്തും മരം കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ട്. ഇന്നലെ രാത്രി തന്നെ കോട്ടയം നഗരത്തോട് ചേർന്ന പനമ്പാലത്ത് ഇങ്ങനെ ഒരു വീടിന് മുകളിലേക്ക് മരം വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിശക്തമായ മഴ, റെഡ് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അവധിയാണ്. അതിന്റെ ഒരു നിലയിൽ തന്നെ അതിശക്തമായ റെഡ് അലർട്ട് എന്നത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയുള്ള മഴ തന്നെയാണ് തുടരുന്നത്. ശരി, ജി ശ്രീജിത്താണ് കോട്ടയത്തെ സാഹചര്യം പങ്കുവച്ചത്. പാലക്കാട് മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ ഒരാളെ കാണാതായി. ചളവറ കൈലിയാട് സ്വദേശി മുബീനെയാണ് കാണാതായത്. പ്രദേശത്ത് ശക്തമായ മഴയാണ്. പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. അതിനിടെ പട്ടാമ്പി കൊടുമുണ്ട തീരദേശം റോഡിൽ കല്ലറപ്പുള്ളിക്ക് സമീപം മരക്കൊമ്പ് ഇലക്ട്രിക് ലൈനിലേക്ക് പൊട്ടി വീണു. ഇതുവഴിയുള്ള ഗതാഗതവും പൂർണ്ണമായും സ്തംഭിച്ചു. അതാണ് സംസ്ഥാനത്തെ മുഴുവനായുള്ള ഒരു മഴ സാഹചര്യം. എല്ലായിടത്തും ശക്തമായ മഴ തുടരുകയാണ്. 11 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് മുന്നറിയിപ്പുള്ളത്. ബാക്കി 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുമാണുള്ളത്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് ട്രെയിൻ ഗതാഗതത്തെയും ഇത് ബാധിച്ചിട്ടുണ്ട്. നിരവധി ട്രെയിനുകൾ വൈകിയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. പലയിടങ്ങളിലും ട്രാക്കിലടക്കം മരം വീണത് ഗതാഗതത്തെ ബാധിച്ചു. കോഴിക്കോട് വടകര മടപ്പള്ളിയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണു. മരം വെട്ടിമാറ്റി. കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. തൃശൂർ ഗുരുവായൂർ പാതയിലും മരം വീണ് ട്രെയിൻ ഗതാഗതം മുടങ്ങിയിട്ടുണ്ട്. രാജ്യറാണി എക്സ്പ്രസ് 5 മണിക്കൂറും മലബാർ എക്സ്പ്രസ് 2 മണിക്കൂറും വൈകിയാണ് സർവീസ് നടത്തുന്നത്. ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് 1 മണിക്കൂർ, ഗുരുവായൂർ എറണാകുളം എക്സ്പ്രസ് 46 മിനിറ്റും മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 3.25 മണിക്കൂറും വൈകിയാണ് ഓടുന്നത്. എറണാകുളം ജംഗ്ഷൻ വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് 3.5 മണിക്കൂറും തിരുനെൽവേലി എക്സ്പ്രസ് 2 മണിക്കൂറും വൈകുന്നു. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് 2.25 മണിക്കൂറും ദുരന്തോ 1.25 മണിക്കൂറും നേത്രാവതി 4 മണിക്കൂറുമാണ് വൈകി ഓടുന്നത്.